വെൽക്കം ടു മൈ ചാനൽ ഡെയിലി ഡിവോഷൻസ് വിത്ത് ഷൈനോ മേരി. പണ്ട് നേപ്പിൾസിലെ കോടതി മുറികളിൽ അൽഫോൻസസ് ലിഗോറിയുടെ ശബ്ദം മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു. ഒരു കേസ് പോലും തോൽക്കാത്ത മിടുക്കനായൊരു വക്കീലായിരുന്നു അദ്ദേഹം. ലോകത്തിലെ എല്ലാ സുഖങ്ങളും തൻ്റെ കാൽക്കീഴിലാണെന്ന് അന്ന് അദ്ദേഹം വിശ്വസിച്ചു. അഭിഭാഷകർക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു ദിവസം വന്നു ചേർന്നു. അത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു. ആത്മവിശ്വാസത്തോടെ വാദിച്ചെങ്കിലും വിധി അദ്ദേഹത്തിന് എതിരായിരുന്നു. അന്നുവരെ തോൽവി അറിയാതിരുന്ന അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ആ നിമിഷം തകർന്നു. ആ നിമിഷം ലോകത്തിലെ സുഖങ്ങളെല്ലാം എത്ര ക്ഷണികമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിനായി സ്വയം സമർപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരു വക്കീലായുള്ള അദ്ദേഹത്തിന്റെ ജീവിതം അവിടെ അവസാനിപ്പിച്ചു. പകരം ദൈവത്തിനായുള്ള ഒരു പുതിയ യാത്ര ആരംഭിച്ചു. ഈ തീരുമാനം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. പിന്നീട് അദ്ദേഹം സഭയുടെ വേദപാരംഗതനായും കുമ്പസാരക്കാരുടെ മധ്യസ്ഥനായും അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ വഴി അത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ. ആത്മാവിന്റെ ഇരുണ്ട രാത്രി എന്നറിയപ്പെടുന്ന കടുത്ത മാനസിക വേദനകളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. താൻ സ്ഥാപിച്ച സഭയിൽ നിന്നു പോലും മാർപ്പാപ്പയാൽ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ പോലും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ആഴമായ വിനയത്തോടെയും സഹനശക്തിയോടെയും അദ്ദേഹം അതെല്ലാം നേരിട്ടു. അദ്ദേഹത്തിന്റെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നെങ്കിലും അതിലെല്ലാം ദൈവത്തെ ആശ്രയിച്ച് അദ്ദേഹം മുന്നോട്ടു പോയി. പാവപ്പെട്ടവരും പാപികളുമായിരുന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്തു നിന്നവർ. അവരെ അദ്ദേഹം അളവറ്റ സ്നേഹത്തോടെ കണ്ടു. പാപികളെ വിധിക്കുന്നതിന് പകരം അവർക്ക് പാപമോചനം നൽകി നന്മയിലേക്ക് നയിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എല്ലാവരിലും ദൈവത്തിന്റെ സ്നേഹം കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ദൈവവുമായുള്ള നിരന്തരമായ സംഭാഷണത്തിന് അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുത്തു. പ്രാർത്ഥനയിലൂടെയാണ് ദൈവവുമായി അടുക്കാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പ്രാർത്ഥന തന്നെയായിരുന്നു. ദൈവവുമായി നിരന്തരമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അൽഫോൻസസ് ലിഗോറി. ഒരു വക്കീലായി തുടങ്ങി ദൈവത്തിന്റെ വഴികാട്ടിയായി മാറിയ അദ്ദേഹത്തിന്റെ ജീവിതം സാധാരണക്കാരിൽ നിന്ന് എങ്ങനെ വിശുദ്ധരിലേക്ക് ഉയരാമെന്ന് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശുദ്ധ അൽഫോൻസസ് ലിഗോറി നമ്മെപ്പോലെ തെറ്റുപറ്റുന്ന ഒരു സാധാ മനുഷ്യനായിരുന്നു. അഹങ്കാരം പിടികൂടിയിരുന്ന, ഒരുപാട് പ്രലോഭനങ്ങളിലൂടെയും പല പ്രതിസന്ധികളിലൂടെയും ജീവിതം നയിച്ചൊരു വ്യക്തി. എന്നാൽ എല്ലാ ബലഹീനതകളിലും അദ്ദേഹം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. തൻ്റെ കഴിവുകൾ മുഴുവൻ ദൈവഹിതത്തിനായി അർപ്പിച്ചു. ഇവിടെയാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. തൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി. നമ്മൾ വിശുദ്ധരാകാൻ കുറ്റമറ്റവരായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വിശുദ്ധ അൽഫോൻസസ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഇതാണ്. ദൈവത്തിനു വേണ്ടി ചെറിയ ത്യാഗങ്ങൾ ചെയ്യാൻ മടിക്കരുത്. ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക. പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് അടുക്കുക. കഷ്ടപ്പെടുന്നവരോടും പാപം ചെയ്യുന്നവരോടും ദയ കാണിക്കുക. ജീവിതത്തിലെ പ്രതിസന്ധികളിലും പരാജയങ്ങളിലും ക്രിസ്തു നമ്മോടൊപ്പം തന്നെ ഉണ്ടെന്ന് പൂർണ്ണമായി അടിയുറച്ച് വിശ്വസിക്കുക. വിശുദ്ധ അൽഫോൻസസിന്റെ പ്രധാന സന്ദേശം ഇതാണ്. ദൈവം അനന്തമായ സ്നേഹവും കരുണയുള്ളവനുമാണ്. നമ്മൾ എത്ര വലിയ പാപികളായിരുന്നാലും ആത്മാർത്ഥമായി മാനസാന്തരപ്പെട്ടാൽ ദൈവം നമ്മെ സ്വീകരിക്കും. സാധാരണക്കാരിലേക്ക് സുവിശേഷത്തിന്റെ ലളിതമായ സത്യങ്ങൾ എത്തിക്കാൻ അദ്ദേഹം തന്റെ ജീവിതം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചു. അദ്ദേഹത്തെ പോലെ പ്രാർത്ഥനയിലൂടെയും ആത്മീയ ജീവിതത്തിലൂടെയും നമുക്കും വിശുദ്ധിയുടെ പാതയിൽ സഞ്ചരിക്കാം. കാരണം വിശുദ്ധി എന്നത് ഏതാനും ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നല്ല എന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. മറിച്ച് നമ്മൾ ഓരോരുത്തർക്കും എത്തിച്ചേരാവുന്ന ഒരിടമാണ് വിശുദ്ധി എന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും വിശുദ്ധരാകുമെന്ന് അൽഫോൻസസ് ലിഗോറി തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം.